ഓപ്പോയുടെ ഓപ്പോ ഫൈൻ 10 ഫ്ലിപ്പ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ ഫൈൻ 10 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനാണ് ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. പിന്നെ UTG ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ രണ്ടാമത് പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. 3.26 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് പുറത്ത് കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 382x720 ആണ്. പിന്നെ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 900 നിറ്റ്സ് ആണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഇപ്പം പല ആപ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പല ആപ്സും നമുക്ക് ഈ ഒരു ചെറിയ ഡിസ്പ്ലേയിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. OnePlusൻ്റെ ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ്. സൈഡിൽ ഒരു ബട്ടൺ, ആ ഒരു ഫീച്ചർ ഈ ഫോണിലും വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോൺ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 7.79 mm ആണ്. ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 16.45 mm ആണ്. പിന്നെ ഇതിൽ IPX4 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 9200 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള mediatekൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX890യുടെ സെൻസറാണ്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് 48 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് സോണി IMX581 സെൻസറാണ്. പിന്നെ മൂന്നാമത് 32 മെഗാപിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സോണി IMX709ൻ്റെ സെൻസറാണ്. അപ്പം ഈ ഫോണിൽ ടെലിഫോട്ടോ ലെൻസൊക്കെ വരുന്നുണ്ട്. അധികം ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും കാണാറില്ല, പക്ഷേ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ സോണി IMX709ൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4300 mAhൻ്റെ ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൻ ഫോൾഡബിൾ ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 6799 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 77,200 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല പ്രോസസ്സറും ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിൽ അവർ ഒഫീഷ്യലായിട്ട് ഈ ഫോൺ ഇപ്പോൾ ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ ഫൈൻ 10 ഫ്ലിപ്പ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചൈനീസ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് പ്രൈസിങ്ങിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ കൂടിയ പ്രൈസിലായിരിക്കും മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് എത്തുക. മിക്കവാറും നമുക്ക് ഒരു 90,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.